ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മൾക്ക് ഇന്ന്. ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി 2-3 മാസം കൊണ്ട് മോണിറ്റൈസ് ചെയ്തെടുക്കാനും നമുക്ക് അതിൽ നിന്ന് ഒരു ഇൻകം, ഒരു റവന്യൂ നമുക്ക് യൂട്യൂബ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും വരെ എത്തിച്ചത്. അപ്പൊ നിങ്ങളോട് ആ സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് തുടങ്ങിയതാണ്. ഏണിങ്സ് കിട്ടി തുടങ്ങിയോ, യൂട്യൂബിൽ നിന്ന് എന്തോ ഒരു ഇൻകം കിട്ടി, ഇതൊക്കെ തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ, അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുമ്പോൾ നമ്മൾ കേട്ടിരുന്നു. അപ്പൊ എല്ലാവർക്കും ഉള്ള ആൻസർ ആണത്. അപ്പൊ നമ്മൾ യൂട്യൂബ് തുടങ്ങി, നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടിത്തുടങ്ങി. ഒരു 4 മാസം ആകുമ്പോഴേക്കും നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മുടെ ഏണിങ്സ് വന്നിട്ടുണ്ട്. എനിക്ക് കിട്ടി, അതുപോലെ നിങ്ങൾക്കും കിട്ടും. ഇതുപോലെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക, എന്തൊക്കെ ചെയ്താലാണ് ഇത് റെഡി ആവുക, ഒത്തിരി ഒത്തിരി സംശയങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതുപോലെ കുറെ വീഡിയോസ് കണ്ടിട്ടും ഒത്തിരി ഒത്തിരി ടെക് ചാനൽ കണ്ടിട്ടൊക്കെയാണ് നമ്മൾ ഓരോ വീഡിയോസ് എഡിറ്റ് ചെയ്യണതും അത് അപ്ലോഡ് ചെയ്യുമ്പോഴും അത് റെഡി ആവോ ശരിയാവോ, കുറെ ടെൻഷൻസ്. ഇത് എത്ര വ്യൂസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇത് ഇൻകം കിട്ടും, വാച്ച് അവർ കംപ്ലീറ്റ് ആവണം, മോണിറ്റൈസേഷൻ ആവണം, മോണിറ്റൈസേഷൻ ആയ പാടെ നമുക്ക് പൈസ കിട്ടും. കുറേ സംശയങ്ങൾ നമുക്കുണ്ട്. എന്തായാലും 1000 സബും 4000 വാച്ച് അവറും വേണം മോണിറ്റൈസേഷൻ ആവാൻ. പക്ഷെ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് മാത്രം നമുക്ക് പൈസ ഇതിന്ന് ഒരു റവന്യൂ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെടണം, കുറെ ഇതിനകത്ത് റിസ്ക് എടുക്കുക. നമുക്ക് ഇതിന്ന് ഏണിങ്സ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ അത് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഏണിങ്സ് ഉണ്ടാവുള്ളൂ. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും അതിനുള്ള ഒരു റവന്യൂ യൂട്യൂബ് നമുക്ക് തന്നിരിക്കും, അത് ഷുവർ ആണ്. കാരണം നമ്മൾക്ക് ഇപ്പോൾ അനുഭവസ്ഥരാണല്ലോ, നമ്മളൊരു ബിഗിനർ ആണ്. ഇപ്പൊ 5 മാസം ആയിട്ടേ ഉള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. ചാനൽ തുടങ്ങി 5 മാസം ആകുമ്പോഴേക്കും, ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ പറ്റി. 4 മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് ഏണിങ്സ് വന്നു, കിട്ടി തുടങ്ങി. അപ്പൊ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു ഫണ്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമല്ലേ, വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കുറെ നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് നമ്മളൊരു ചാനൽ തുടങ്ങുന്നത്. എന്താണ് എങ്ങനെയാണെന്ന് ഒന്നും അറിയാണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ജേണിയാണ് യൂട്യൂബിന്റെ. അതിൽ നിന്ന് വന്നിട്ട് നമുക്ക് വെറും കുറച്ച് മാസങ്ങൾ കൊണ്ട് നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റുക. അതിന്റെ ക്രൈറ്റീരിയകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. 4000 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ഏണിങ്സ് നമുക്ക് അപ്പൊ തന്നെ കിട്ടുക. വെറും 5 മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൽ നിന്ന് ഒരു റവന്യൂ ഒക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണത്. ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസം ആണ് നമ്മുടെ ജീവിതത്തിൽ. ഇങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, പ്രതീക്ഷിക്കാതെയാണ് യൂട്യൂബിലേക്ക് വന്നതും അതിന്റെ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോയതും. ഇപ്പൊ ആ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് ഒരു ഫണ്ടൊക്കെ കിട്ടി. അത് നമ്മളുടെ കയ്യിൽ ഇങ്ങനെ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കത് എത്രമാത്രം നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളെ ചാനൽ തുടങ്ങുമ്പോൾ ഒത്തിരി പേര് കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ പേര് സഹായിക്കാനും ഉണ്ടായിട്ടുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു യൂട്യൂബ് തുടങ്ങുക, ഒരു ബിഗിനറായിട്ട് നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ സപ്പോർട്ടിങ് ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫാമിലിയുടെ ആയാലും ഫ്രണ്ട്സിന്റെ ആയാലും നമുക്ക് സ്വയം നമ്മൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. പുറത്തുനിന്ന് കുറെ കളിയാക്കലുകളൊക്കെ ഉണ്ടായിട്ടും ഉണ്ട്. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ആ ആൾക്കാരാണ് നമ്മുടെ ബാക്ക് ബോൺ. കാരണം എന്ത് വന്നു കഴിഞ്ഞാലും, ഇപ്പൊ ഞാൻ ലൈവ് ചെയ്യുന്ന ഒരാളാണ്, ഒത്തിരി നെഗറ്റീവ്സ് നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയോട് എങ്ങനെയൊക്കെ മോശമായിട്ട് പറയാൻ പറ്റുമോ ആ രീതിയിലുള്ള കമന്റ്സുകളൊക്കെ നമുക്ക് ലൈവിൽ വരാറുണ്ട്. പക്ഷെ അതൊക്കെ ഫേസ് ചെയ്തിട്ട് നമ്മളിപ്പോ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഞാനൊരു നേരം പോക്കിന് തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയല്ല. നമുക്ക് ഇതിൽ നിന്ന് ഒരു റവന്യൂ വേണം, നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കണം എന്നിട്ടൊക്കെ ആഗ്രഹിച്ചിട്ട് നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ എന്തായാലും പാതി വഴിക്ക് നമ്മൾ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് നിർത്തിയിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ അതിന് നമുക്കും കുറച്ച് മനസ്സിന് കുറച്ചൊരു സ്ട്രെങ്ത് വേണം. പിന്നെ നമുക്ക് കുറച്ച് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സും ഉണ്ട്. കാരണം നമ്മുടെ ഫാമിലിയിൽ നിന്നായാലും ഫ്രണ്ട്സ് ആയാലും, നമ്മളിപ്പോ ഞാൻ എന്റെ ഷോപ്പിൽ ഇരുന്നിട്ട് വരെ ലൈവ് ചെയ്യാണ്ട്, അപ്പൊ അവിടുന്നൊക്കെ നമുക്കുള്ള ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. നമ്മുടെ ഫാമിലി, നമ്മുടെ മോള്, ഹസ്ബൻഡ്, എല്ലാവരും, നമ്മുടെ ഓൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, അതൊക്കെ കൂടിയാണ്. എന്റെ മാത്രം വിജയമല്ല അത്. കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റ ആൾക്കാരുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, ടെക് ചെയ്യുന്ന ആൾക്കാർ, ചേട്ടനുണ്ട്. അങ്ങനെ നമുക്ക് ടിപ്സ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുന്ന കുറെ ഫ്രണ്ട്സ്, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഇതിനെല്ലാത്തിനും ഉപരി നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നമ്മളുടെ വ്യൂവേഴ്സ് വേണം. വ്യൂവേഴ്സ് മീൻസ് നിങ്ങളുള്ളത് കൊണ്ടാണ് നമുക്കിത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുന്നത്. കാരണം ഇപ്പൊ ഞാൻ വീഡിയോ ഇട്ടു, നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ
ഇതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. കാരണം നിങ്ങളെ ഓരോരുത്തരും കാണാൻ നിങ്ങളുടെ സപ്പോർട്ട്, ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ കുറച്ച് നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാലും പോസിറ്റീവായിട്ട് കുറെ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കൂടെ ആ ഒരു സപ്പോർട്ടിങ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി കുറെ ആഗ്രഹിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യല്ലേ. അപ്പൊ അതിന്റെ സന്തോഷം എത്രയാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റൂല. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒന്നും ആവാൻ പറ്റില്ല. ഒന്നും ഇതിൽ നിന്നൊന്നും ഒരു ഇൻകം ഏണിങ്സ് ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട്, മുന്നോട്ടുള്ള എന്റെ ആ ഒരു കൂടെ നമ്മളോടൊപ്പം നിങ്ങളും വേണം. ഒത്തിരി താങ്ക്സ് ഉണ്ട്. എത്ര നന്ദി പറഞ്ഞാലും തീരൂല. കാരണം നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയാതെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. കുറെ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിട്ടുണ്ട്. മേ ബി എക്സ്പെഷ്യലി നിങ്ങളാണ്, നിങ്ങൾ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ തുടർന്നും ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങളും എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും മുന്നോട്ടുള്ള ആ ഒരു ജേണിയിലും നിങ്ങളുടെ സപ്പോർട്ട് എന്റെ കൂടെ ഉണ്ടായേ തീരും. വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മൾ ഒന്നും അറിയാതെ തുടങ്ങിയിട്ട് 5-6 മാസം ആവുമ്പോഴത്തേനും നമുക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാനും അതിൽ നിന്നൊരു ഇൻകം നമുക്ക് മേടിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ എല്ലാവരും എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയും ചാനലൊന്നും തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവുമല്ലോ. അപ്പൊ അവരോടും കൂടെ ഒക്കെ പറയാണ്, നമുക്ക് പറ്റും. ഞാനും നമ്മളൊക്കെ സാധാരണ നിലയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. ചെറിയൊരു മൊബൈലും ഒരു സെൽഫി സ്റ്റിക്കും ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒത്തിരി നമുക്ക് എക്യുപ്മെന്റ്സ് ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. സാധാ ലെവലിൽ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ തുടങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, മുന്നോട്ട് പോകുന്ന എങ്ങനെയൊക്കെയാന്ന് അറിയാതെ നിൽക്കുന്നവർക്ക് ഒന്നും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമുക്ക് പറ്റും. നമ്മളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റാവുന്ന കാര്യങ്ങളുള്ളൂ. നമ്മളെല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ല ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത്. പയ്യെയാണ് നമ്മൾ ഓരോന്ന് പഠിച്ച് മുന്നോട്ട് പോണത്. അപ്പോ അത്ര നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. അത് നിങ്ങളോടാണ് ആദ്യം പറയേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നത്. ഒത്തിരി സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. മുന്നോട്ടുള്ള എൻ്റെ യാത്രയിലും നിങ്ങളൊപ്പം സപ്പോർട്ട് ചെയ്യാൻ വേണം. താങ്ക് യു സോ മച്ച്. ഇനിയും എൻ്റെ വീഡിയോസ് കാണണം. അവിടെയും ലൈക്കും കമന്റും ഹൈപ്പും ഒക്കെ തരണം. എന്തായാലും ഒത്തിരി താങ്ക്സ് ഉണ്ട് നിങ്ങളോട് എല്ലാവരോടും. താങ്ക് യു.